ഇന്ന് ഡേ 6 നമ്മൾ നോക്കാൻ പോകുന്ന മുദ്രകൾ എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് മഹാമുദ്ര എങ്ങനെ അറിയാമോ? മഹാമുദ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് അതിൻ്റെ പേരെന്തോന്ന് ജലന്ധരബന്ധ, മൂലബന്ധ ആൻഡ് മറ്റേ എന്തോന്ന് ജലന്ധരബന്ധ, മൂലബന്ധ ആൻഡ് ഉഡ്ഡയനബന്ധ. ആ മൂന്നും ചെയ്ത് എങ്ങനെ വരുന്നതിനാണ് അത് മഹാമുദ്ര എന്ന് പറയുന്നത്. അതിൽ കൊണ്ട് കുണ്ടലിനി ഫോഴ്സ്ഫുൾ റൈസ് ചെയ്യാനുള്ള മുദ്രയാണ്. കുണ്ടലിനി ഒന്ന് ഫോഴ്സ്ഫുൾ റൈസിങ് അതിനുള്ള മുദ്രയാണ്. പക്ഷേ അത് ഫോഴ്സ്ഫുൾ റൈസ് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിരിക്കണം. ഫാമിലി ലൈഫിലിരിക്കുന്നതൊക്കെ അങ്ങനെ ഫോഴ്സ്ഫുൾ റൈസിങ്ങിന് പോകാൻ പാടില്ല. അത് പല സന്യാസ മാർഗത്തിൽ സ്ട്രോങ് ഉള്ളവർക്ക് അത് ചെയ്യാം. അത് ഒരു മുദ്ര. അടുത്തത് ഗ്യാസ് ട്രബിൾ. ഗ്യാസ് ട്രബിളിൽ നിന്ന് നിങ്ങൾ വന്ന് എന്തെന്ന് വെച്ചാൽ ഗ്യാസ് ട്രബിൾ ശരിയാക്കാൻ ഒരു കയ്യിൽ വായുമുദ്രയും ഒരു കയ്യിൽ അപാനമുദ്രയും പിടിക്കണം. ഒരു കയ്യിൽ ഇത് വായുമുദ്ര, ഒരു കയ്യിൽ അപാനമുദ്ര. ഇത് രണ്ട് കൈയിലും പിടിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ അതിനുള്ള ഗ്യാസ് ട്രബിളിനുള്ള തീരുവ ഉണ്ടാവും. അത് പിടിക്കുന്നതെന്ന് വെച്ചാൽ മിനിമം 14 മിനിറ്റ്സ് പിടിച്ച് പിന്നെ അതിന് ഏറ്റവാറ് റിസൾട്ട് നിങ്ങൾക്ക് ഫീലാവും. അത് കണക്കാക്കി അത് പിടിക്കണം. അടുത്തത് വന്ന് അരൂപമുദ്ര. അരൂപമുദ്ര കേട്ടിട്ടുണ്ടോ? അരൂപമുദ്ര എന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധി എൻ്റെ എബോ അരൂപമല്ലേ. അപ്പോൾ അരൂപമുദ്രയാണ് അത്. അരൂപ ധ്യാനം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഉദാനമുദ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉദാനമുദ്ര, ആ ഉദാനമുദ്രയെ ഈ ചെറുവിരൽ താള വരുന്നത് മാതിരി പിടിക്കണം. ചെറുവിരൽ നമ്മൾ ഇങ്ങനെയല്ലേ പിടിക്കും. അത് രണ്ട് കൈയിലും ഉള്ള വിരൽ താള അത് നീട്ടി വരുന്ന മാതിരി പിടിച്ചാൽ അതിൻ്റെ പേര് അരൂപമുദ്ര. അടുത്തത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഉഷമുദ്ര. ഇതൊക്കെ പൂജയിൽ വരുന്നതാണ്. ഉഷമുദ്ര. ആ ഉഷമുദ്ര എന്ന് പറയുമ്പോൾ ഈ ഇടത് കൈ ഉള്ളം കൈയിൽ വലത് കൈ മോതിര വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ഇടത് കൈ ഉള്ളം കൈയിൽ ഇത് ഉഷമുദ്ര. ഇത് തമിഴ്നാട്ടിൽ പൂജാ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഇനി ഉഷാമുദ്ര പൂജാമുദ്ര തമിഴ്നാട്ടിലുള്ള ടെക്നിക്കിലുണ്ട്. നിങ്ങൾക്ക് വന്ന് വേറെ പൂജാമുദ്ര അല്ലെങ്കിൽ വേണമെങ്കിൽ പേര് പറഞ്ഞാൽ ഞാൻ അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറയാം. അടുത്തതൊന്ന് സർവസമ്മോഹന മുദ്ര. സംശോഭിനി മുദ്ര. സംശോഭിനി മുദ്ര നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓർമ്മ ഉണ്ടോ? എങ്ങനെ സംശോഭിനി മുദ്ര നിങ്ങൾക്ക് നമ്മൾ ചന്ദ്രയോഗയിൽ പഠിച്ചല്ലോ. ചന്ദ്രയോഗയിൽ പഠിച്ചില്ല. ഇങ്ങനെ കയ്യെ ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലായ? ഇങ്ങനെ സംശോഭിനി മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ 16 കലയിൽ 12 സൂര്യകലയും ചന്ദ്രകലയും ഒന്ന് ചേർന്ന് അത് 13ാമത് കലയിൽ നിന്ന് 16 കല വരെ ഒരു ചന്ദ്രകല മാത്രം
അത് വന്ന് വിരിയണം, ഷൈൻ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഇതാണ് സംശോഭിനി ശക്തി. സംശോഭിനി ശക്തിയെ നമുക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൾ ഷൈനിങ്. ഇതും നല്ല പ്രകാശമായിട്ട് ഓൾ സംശോഭിനി മീൻസ് ഓൾ ഷൈനിങ്. അതിനുള്ള മുദ്ര നമ്മൾ ചന്ദ്രയോഗയിൽ യൂസ് ചെയ്തു. അടുത്തത് വന്ന് സർവ ആകർഷണ മുദ്ര. ആകർഷണ മുദ്ര നിങ്ങൾക്ക് ആകർഷണം ജന ആകർഷണം, ധന ആകർഷണം, അതിനുള്ള മന്ത്രം അറിയാമോ? ജന ആകർഷണം, ധന ആകർഷണം. അതൊരു മന്ത്രം എന്തെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വന്ന് മന്ത്രം എന്തെന്ന് വെച്ചാൽ ജനവർഷം വെച്ചാൽ ലക്ഷ്മി ഗണപതി രണ്ടുപേരെയും വിളിച്ചിട്ട് ലക്ഷ്മി ഗണപതി കോമ്പിനേഷനും അവരെ വിളിച്ചിട്ട് അതിന് ശേഷം ജനവശ്യം വേണം, ധനവശ്യം വേണം. അത് പൂജാരികൾക്കും ധനവശ്യവും വേണമല്ലോ. ധനവശ്യം പൊളിറ്റീഷ്യൻസിന് ഇപ്പോൾ ഒരുപാട് ധനവശ്യം ഉള്ളവർ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതേമാതിരി ക്ഷേത്രങ്ങളിൽ പൂജാരിക്ക് ധനവശ്യവും എന്നതിലുള്ള അങ്ങനെ വന്ന് ആകർഷണം, വശ്യം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറയുമ്പം അത് മുദ്ര ചെയ്യണം. അത് അതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത സംശോഭിനി മുദ്രയിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ഇപ്പം ഇങ്ങനെ പിടിക്കണം. ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ അതിന് ഓം ശ്രീം ഗൗം സൗമ്യായ ലക്ഷ്മി ഗണപതേ വരവരദ സർവധനമേ വസമാനസ്യ സ്വാഹ എന്ന് പറയുമ്പോൾ ഈ മുദ്ര പിടിക്കണം. ഓം ശ്രീം സൗമ്യായ ലക്ഷ്മി ഗണപതേ വരവരദ സർവധനമേ വസമാനസ്യ സ്വാഹ ഇങ്ങനെ പറയുമ്പോൾ ഈ ആകർഷണ അട്രാക്ട്, നിങ്ങൾ ജനങ്ങളെ അട്രാക്ട് ചെയ്യണം. അതേമാതിരി പണത്തെ അട്രാക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ കൂടെ ഈ മുദ്രയും കൂടെ പിടിക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് എനർജി പുറത്തുള്ള ജനങ്ങളെ, പരിസരത്തിലുള്ള ജനങ്ങളെയും നിങ്ങൾ എത്ര ദൂരത്തിലുള്ള ജനങ്ങളെയും ആകർഷിക്കാനുള്ള പവറുണ്ടാവും. ഒരു ക്ഷേത്രത്തിൽ കൂട്ടം കൂടുന്നത് ആ പൂജാരിയുടെ പവർ കൊണ്ടാണ്. പൂജാരി നല്ല കറക്റ്റായിട്ട് എനർജി ഫ്ലോ വെച്ചിരുന്നാൽ കൂട്ടം കൂടും. നമുക്ക് അറിയാവുന്നവർക്ക് ക്ഷേത്രത്തിൽ നല്ല കൂട്ടം എന്നുണ്ടെന്ന് ഒരു പൂജാരിയെ വേറെ മാറ്റിയപ്പോൾ കൂട്ടം തപ്പണ് അത് കുറഞ്ഞു. കാരണം വെച്ചാൽ രണ്ടാമുള്ള പൂജാരിക്ക് അതിനുള്ള വശ്യമില്ല, ആകർഷണമില്ല. അപ്പോൾ പൂജാരിക്ക് ആകർഷണം വേണം. ആകർഷണം ഇരുന്നാലേ അവർ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിറയെ ആൾക്കാർ വരും. അതിന് ഈ മുദ്ര യൂസ് ആവും. ഓക്കെ.